നാടും ചരിത്ര വിജയമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളിത് ദിവസങ്ങളോളം ചർച്ച ചെയ്താലും നമുക്ക് വിഷയങ്ങളും വികസന കാര്യങ്ങളൊക്കെ ചർച്ച പറയാനുണ്ട്. പക്ഷെ ഒരു യൂത്തും എല്ലാവരും എല്ലാ വിഭാഗവും ഭയങ്കരമായിട്ട് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഭയങ്കരമായിട്ട് UDF അനുകൂലമായിട്ട് നിൽക്കുക. ഇവിടെ നിന്ന് മാത്രമല്ല, കേരളം മുഴുവൻ. എന്തായാലും ഒരു ചരിത്ര വിജയം മണ്ണാർക്കാട്ടുകാർക്ക് നമ്മൾ മണ്ണാർക്കാടും ഒറ്റപ്പാലവും കോങ്ങാടും ഉണ്ടാവും. നമ്മുടെ പ്രവർത്തനത്തിന്റെ സന്തോഷം നമുക്ക് അത് മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോ നമ്മൾ തീരുമാനിച്ച് നടക്കുന്ന കാര്യമല്ല. പുള്ളി ജയിച്ചാൽ, ഷംസുദ്ദീൻ MLA ജയിച്ചാൽ, UDF ഭരണം കിട്ടിയാൽ ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹമുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മണ്ണാർക്കാടിന്റെ മുഖച്ചായി വലിയ രീതിയിൽ മാറാൻ കഴിയും. UDF ഭരണം കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. പാലക്കാട് ജില്ലയിൽ UDF ചരിത്ര വിജയമായിരിക്കും. അതിന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, 5 വർഷക്കാലം ഇനി ആര് നമ്മളെ നയിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നാളെ. നമ്മുടെ വിരൽത്തുമ്പിലാണ് നമ്മളെ ആര് നയിക്കണം, ഈ നാട് ആര് ഭരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീരുമാനം എടുത്തിട്ടുണ്ടാവുന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ, UDF അനുകൂലമായിട്ട് ഒരു വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഭാവി അത് വളരെ സുന്ദരമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിലുണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് മണ്ണാർക്കാടിന്റെ MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുഭൂരിപക്ഷത്തിൽ മണ്ണാർക്കാടിന്റെ ജനപ്രതിനിധിയായി ഒരിക്കൽ കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ടീച്ചർ കോങ്ങാട് കൈയടയാളത്തിലാണ് മത്സരിക്കുന്നത്. ഒറ്റപ്പാലത്ത് PK ശശി തെങ്ങിൻതോപ്പ് അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ഒറ്റപ്പാലവും മണ്ണാർക്കാടും കോങ്ങാടും വിജയിപ്പിക്കുന്നതോടെ തന്നെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഭാവി സുന്ദരമായ ഒരു കേരളത്തിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്കരം അഭ്യർത്ഥിക്കുകയാണ്.